HS300 Principles of Management. So Module 2 start ചെയ്യാണ്. Let's see the topic. So let's start with the managerial skills. Okay, ഒരു manager possess ചെയ്യേണ്ട skills എന്തൊക്കെയാണെന്ന് നോക്കാം for to become a successful manager. So there are 3 skills mainly, that is technical skills, conceptual skills and human relation skills. ഈ conceptual skillsൽ വരുന്നത് തന്നെയാണ് decision making skillsഉം organization skillsഉം. അതുപോലെ human relation skillsൽ വരുന്നതാണ് communicating skills, motivating skills and leadership skills. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. That is the first one, technical skill. So technical skill എന്ന് പറഞ്ഞാൽ that refers to the proficiency in handling the methods, process or techniques that to be employed in the work. എന്നുവെച്ചാൽ ഒരു പ്രോസസ് മീൻസ് ഒരു വർക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട മെത്തേഡ്സ്, പ്രോസസ്, ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മുടെ കഴിവ്, അതാണ് ടെക്നിക്കൽ സ്കിൽസിൽ വരുന്നത്. സെക്കൻഡ് വൺ ഇസ് കോൺസെപ്ച്വൽ സ്കിൽസ്. ഇതെന്ന് വെച്ചാൽ ടോപ്പ് എക്സിക്യൂട്ടീവ് പൊസിഷൻസിൽ ഉള്ളവർ പൊസസ് ചെയ്യേണ്ട സ്കിൽസ് ആണ്. ഓക്കെ, ഈ കോൺസെപ്ച്വൽ സ്കിൽസിൽ വരുന്നതാണ് ഡിസിഷൻ മേക്കിങ്ങും ഓർഗനൈസേഷണൽ സ്കിൽസും. സോ ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രധാനപ്പെട്ട ഒരു വർക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ടൈംലി ആൻഡ് അക്യുറേറ്റ് ഡിസിഷൻസ് എടുക്കാൻ കഴിയണം. ഓക്കെ, സോ അത് എന്തായാലും ടോപ്പ് എക്സിക്യൂട്ടീവ് പൊസിഷൻസിൽ വരുന്നവർക്കായിരിക്കും ആ ഒരു ജോലി ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ആ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ടൈംലി ആൻഡ് അക്യുറേറ്റ് ആയിരിക്കണം. ഫോർ ദാറ്റ് അവർക്ക് എന്ത് വേണം? they should possess the mental ability. They need mental ability and the presence of mind. Okay, അതുണ്ടെങ്കിൽ മാത്രമേ ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഓർഗനൈസേഷണൽ സ്കിൽസ്. ഈ കോൺസെപ്റ്റിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ഒരു സ്കില്ലാണ് ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് എബിലിറ്റി ടു പ്ലേസ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. ഓക്കെ, ഓരോ ജോബിന് വേണ്ടിയിട്ടും സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്ന ടൈമിൽ ആ കറക്റ്റ് ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ ചൂസ് ചെയ്യാൻ കൂടെ കഴിയുന്ന സ്കില്ലാണ് ഓർഗനൈസേഷൻ സ്കിൽ എന്ന് പറയുന്നത്. Then the third one is human relation skills. That is, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് പേരുണ്ടാകും, ഒത്തിരി ആൾക്കാരുണ്ടാകും, ഒരു സൂപ്പർവൈസേഴ്സ് ആയിട്ടുണ്ടാകും, വർക്കേഴ്സ് ആയിട്ടുണ്ടാകും, എല്ലാവരുമായിട്ടും വളരെ എഫക്റ്റീവ്ലി വർക്ക് ചെയ്ത് പോകാൻ കഴിയണം. അങ്ങനെയുള്ള സ്കില്ലാണ് ഹ്യൂമൻ റിലേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വാലിറ്റി നമ്മളവിടെ കാണിക്കരുത്. എപ്പോഴും ഗ്രൂപ്പുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്കിൽസ് ആണ് ഹ്യൂമൻ റിലേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ വരുന്ന 3 പോയിന്റ്സ് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽ, മോട്ടിവേറ്റിംഗ് സ്കിൽസ് ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ്. സോ കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽസ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ നമ്മുടെ കൺസ്യൂമർ ആയിട്ട്, അതല്ല ഒരു സൂപ്പർവൈസറിന് സബോർഡിനേറ്റ്സ് ആയിട്ട് എല്ലാം ഇന്ന ജോലി ചെയ്യണം എന്നൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് വി ഷുഡ് ഹാവ് ദാറ്റ് എബിലിറ്റി ടു പാസ് ദ ഇൻഫർമേഷൻ വെരി ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവില്ല? വർക്കിന് അതിൻ്റെതായ പ്രോസസ്സിംഗ് ഉണ്ടാവില്ല. അതാണ് കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽസ്. അതിൽ തന്നെ വരുന്ന സെക്കൻഡ് ആണ് മോട്ടിവേറ്റിംഗ് സ്കിൽസ്. ദാറ്റ് ഈസ് ഒരു സൂപ്പർവൈസറിന് തീർച്ചയായിട്ടും അവരുടെ എംപ്ലോയീസ് ഓർ വർക്കേഴ്സിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയണം. ദാറ്റ് ഈസ് എപ്പോഴും അവരിൽ പോസിറ്റിവിറ്റി പറയാൻ പറ്റണം. പിന്നെ അവരുടെ വർക്കിനനുസരിച്ച് റിവാർഡ്സ്, ഇൻസെൻറ്റീവ്സ് എല്ലാം കൊടുക്കണം, പ്രൊമോഷൻസ്. ഓക്കെ, എന്നാൽ മാത്രമേ അവർക്ക് വീണ്ടും അതേ വർക്കിനോടുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് എ മോട്ടിവേറ്റിംഗ് സ്കിൽ. ദെൻ തേർഡ് വൺ ഇസ് ലീഡർഷിപ്പ് സ്കിൽസ്. ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കറക്റ്റ് ആയിട്ട് അവർക്ക് വേണ്ട വർക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഏത് ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇതെല്ലാം വരുന്നത് ഹ്യൂമൻ റിലേഷൻ സ്കിൽസിലാണ്. സോ മെയിൻ ആയിട്ടുള്ളത് ടെക്നിക്കൽ സ്കിൽ, കോൺസെപ്ച്വൽ സ്കിൽ ആൻഡ് ഹ്യൂമൻ റിലേഷൻ സ്കിൽ. ഇത്രയാണ് മാനേജറിയൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക് വരികയാണ്, ദാറ്റ് ഈസ് സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, നേരത്തെ തന്നെ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് ഓർ സയൻസ് എന്നുള്ള കാര്യത്തിൽ. സോ ഈ മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് പോകുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക്കിലൂടെയാണ്. സോ സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഒരുപാട് പേര് മീൻസ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് അക്കാഡമിഷ്യൻസ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരാളാണ് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നും അറിയുന്നത്. ഓക്കെ, ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ.
സോ ഈ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഫെഡറിക് വിൻസ്ലോ ടൈലർ ഈ സയന്റിഫിക് മാനേജ്മെന്റിനായിട്ട് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എന്നൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് ഡിസ്കസ് ചെയ്യാൻ ഇറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ടു 2 parts. 2 parts ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ സയന്റിഫിക് മാനേജ്മെന്റ്. സെക്കൻഡ് വൺ ഇസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സോ ഈ 2 പാർട്സ് ആയിട്ടാണ് അദ്ദേഹം സയന്റിഫിക് മാനേജ്മെന്റിനെ കുറിച്ചുള്ള കോൺട്രിബ്യൂഷൻസ് തന്നേക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഓൾ ദാറ്റ്. ആദ്യത്തെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സോ സയന്റിഫിക് മാനേജ്മെന്റിലുള്ള മെയിൻ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. ഓക്കെ, ഇറ്റ് ഇസ് പ്ലാനിങ് എന്തായിരിക്കണം, ഡൂയിങ് എന്തായിരിക്കണം എന്നുള്ള സെപ്പറേഷൻസ്. സോ എപ്പോഴും പ്ലാനിങ് എന്ന് പറയുന്നതെല്ലാം സൂപ്പർവൈസേഴ്സിന്റെ ചുമതലയായിരിക്കും. ആൻഡ് ഡൂയിങ് എന്ത് വർക്കാണ് ചെയ്യുന്നത്, ആ ഓപ്പറേഷണൽ വർക്ക് ഒക്കെ ചെയ്യുന്നത് വർക്കേഴ്സ് ആയിരിക്കും. സോ ഈ വർക്കേഴ്സിനും അവരുടേതായ പ്ലാൻസ് ഉണ്ടാകും അല്ലെ. ദാറ്റ് ഈസ് എന്ത് വർക്ക് ചെയ്യണം, ഹൗ ടു ഡു, അതിന് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വേണം അല്ലെ. സോ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി എന്താ, ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യുക, സീ ഹൗ ദെയർ വർക്കേഴ്സ് ആർ പെർഫോമിങ് എന്നൊക്കെ നോക്കുന്നതാണ് സൂപ്പർവൈസേഴ്സിന്റെ ജോലി. സോ അങ്ങനെ ഓരോ വർക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതാണ് ആദ്യത്തെ മെയിൻ ഫീച്ചറിൽ വരുന്നത്, സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. സെക്കൻഡ് വൺ ഇസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പൊ അദ്ദേഹം ഡെവലപ്പ് ചെയ്തൊരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റിലുള്ള. സോ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ഒരു ഫോർമാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ദാറ്റ് ഇസ് ഹി വാസ് ഇൻ ചാർജ് ഫോർ ഈച്ച് ഫംഗ്ഷൻ. ഓരോ ഫംഗ്ഷന്റെയും ഇൻചാർജ് ആ ഒരു സിംഗിൾ ഫോർമാനെയാണ് കൊടുത്തിരുന്നത്. സോ ദാറ്റ് ഇസ് എ ടൈലർ ഡെവലപ്പ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. സോ അതിലെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ് ഈ പറഞ്ഞത്. തേർഡ് വൺ ഇസ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് എന്തിനാ ചെയ്യണത്, ദാറ്റ് ഇസ് ഡൺ ടു ഫൈൻഡ് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് വേ ഏതാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അനാലിസിസ് അവിടെ ചെയ്യുന്നത്. സോ അത് എന്തിന്റെ ബേസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അതിനാണ് ഈ 3 സ്റ്റഡി ഇവിടെ കൊടുത്തേക്കുന്നത്. ദാറ്റ് ഇസ് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി ആൻഡ് ഫാറ്റിക് സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് വെച്ചാൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ലീസ്റ്റ് ടൈം ആണോ എടുക്കുക എന്ന് കണ്ടുപിടിക്കുന്നതാണ് ടൈം സ്റ്റഡി. ഓക്കെ, എന്തെങ്കിലും ഒരു വർക്ക് അത് ചെയ്യാൻ എത്ര ടൈം എടുക്കണം, അപ്പൊ എത്ര ലീസ്റ്റ് ടൈം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കുന്നതാണ് ടൈം സ്റ്റഡി. സെക്കൻഡ് വൺ ഇസ് മോഷൻ സ്റ്റഡി. എന്ന് വെച്ചാൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നെസസറി സ്റ്റെപ്സ് നിങ്ങൾ എടുത്തു, അതെല്ലാം ഓരോ സ്റ്റെപ്സ് ചെയ്തു പോയതിൽ എന്തായിരുന്നു അൺനെസസറി ആയിട്ടുണ്ടായിരുന്ന സ്റ്റെപ്സ്, വേണ്ടാതിരുന്ന സ്റ്റെപ്സ്, മീൻസ് ആ സ്റ്റെപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെയുള്ള ഏതൊക്കെയായിരുന്നു നെസസറി സ്റ്റെപ്സ്, ഏതൊക്കെയാണ് അൺനെസസറി സ്റ്റെപ്സ് എന്ന് അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതാണ് മോഷൻ സ്റ്റഡി. ദാറ്റ് ഇസ് ടു കംപ്ലീറ്റ് എ ജോബ്. ഇനി ഫാറ്റിക് സ്റ്റഡി എന്ന് വെച്ചാൽ the amount and frequency of rest required in completing the work. So all the time നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല അല്ലെ. That is there will be some resting time അല്ലെ. സോ അത് എത്ര എമൗണ്ടോ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് റെസ്റ്റിംഗ് ടൈം എടുത്തു, ഒരുപാട് നേരം റെസ്റ്റിലേക്ക് പോയാൽ അത്രയും ടൈം അവിടെ വേസ്റ്റ് ചെയ്യണം. സോ നമ്മുടെ ടൈം സ്റ്റഡിയിൽ അത് എഫക്റ്റഡ് ആകും. ഓക്കെ, സോ അതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഫാറ്റിക് സ്റ്റഡി. ഇതാണ് ജോബ് അനാലിസിസിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് ഇൻ റെസ്പെക്ട് ഓഫ് അവർ ഇൻസ്ട്രുമെന്റ്സ്, ടൂൾസ്, പീരീഡ് ഓഫ് വർക്ക്, എമൗണ്ട് ഓഫ് വർക്ക്. ഓക്കെ, ഇതെല്ലാം എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണം സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത് ഫ്രം ദ ജോബ് അനാലിസിസ് എന്നാണ്. ഓക്കെ, ജോബ് അനാലിസിസ് നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നത്, പീരീഡ് ഓഫ് വർക്ക്, എമൗണ്ട് ഓഫ് വർക്ക് എല്ലാം. സോ അതെല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അതാണ് സ്റ്റാൻഡർഡൈസേഷനിൽ വരുന്നത്. ഫിഫ്ത്ത് വൺ സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. അപ്പൊ നമ്മൾ ഓരോ വർക്കേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ ദേ ഷുഡ് ബി സെലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ, അതുപോലെ വർക്ക് എക്സ്പീരിയൻസ്, ദെയർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ വർക്ക്. ഓക്കെ, അങ്ങനെ അതിന്റെ എല്ലാം ബേസിസിലായിരിക്കണം എപ്പോഴും നമ്മൾ വർക്കേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ടു ഗിവ് ദം ദ നെസസറി ട്രെയിനിങ് ഓൾസോ, കുറച്ചും കൂടെ അവരെ എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് വൺ ഇസ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. എന്ന് വെച്ചാൽ ഏതൊരു വർക്കേഴ്സിനെ ആയാലും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ബോണസ് കൊടുക്കുമ്പോഴാണ് അല്ലെ. ദാറ്റ് ഇസ് ഇൻസെന്റീവ്സ്, അല്ലെങ്കിൽ അവരുടെ സാലറിയിലുള്ള ഇൻക്രിമെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവർക്കും വർക്കിനോടുള്ള ഒരു ആത്മാർത്ഥത കൂടുക. സോ ദേ വിൽ പുട്ട് ദെയർ മാക്സിമം എഫേർട്സ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ആ ഒരു സിസ്റ്റം ആണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുക. ദെൻ സെവൻത് വൺ ഇസ് ഇക്കോണമി. ഇക്കോണമി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഫോർ ദാറ്റ് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് എസ്റ്റിമേഷൻ ആൻഡ് കൺട്രോൾ ഷുഡ് ബി അഡോപ്റ്റഡ്. നമുക്ക് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം, അതിന് വേണ്ട കൺട്രോൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം.
Okay, അങ്ങനെയുള്ള സ്റ്റെപ്സ് എല്ലാം അഡോപ്റ്റ് ചെയ്യണം. So അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? We can eliminate the wastages and increase the profit. And the last point of main feature of scientific management is mental revolution. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബിക്കോസ് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ മാനേജ്മെന്റും വർക്കേഴ്സും ഉണ്ടാകും. സോ അവർ തമ്മിൽ ഒരിക്കലും ഒരു കോൺഫ്ലിക്ട്സ് വരാൻ പാടില്ല. ഓൾവേസ് ദേ ഷുഡ് ബി ഇൻ ഹാർമണി. നല്ല കോപ്പറേഷനിൽ പോകുന്നവരായിരിക്കണം മാനേജ്മെന്റും വർക്കേഴ്സും. സോ ആ ഒരു മെന്റൽ ചേഞ്ച് ഇൻ ബോത്ത് ദീസ് പാർട്ടീസ്, ദാറ്റ് ഈസ് മാനേജ്മെന്റിനായാലും വർക്കേഴ്സിനായാലും ആ ഒരു ചിന്ത എപ്പോഴും വേണം. സോ ദാറ്റ് മെന്റൽ ചേഞ്ച് ഇൻ both these parties from conflict to cooperation. എന്തെങ്കിലും വഴക്കുകളില്ലാതെ കോപ്പറേഷനിലേക്ക് എത്താനുള്ള അവരുടെ ആ മെന്റൽ ചേഞ്ച് ആണ് മെന്റൽ റെവല്യൂഷനിൽ പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ സയന്റിഫിക് മാനേജ്മെന്റ്. ഇത്രയാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റിലോട്ടുള്ള കോൺട്രിബ്യൂഷന്റെ നെക്സ്റ്റ് പാർട്ടാണ് പറയുന്നത്. ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആയിരുന്നു. ദാറ്റ് ഈസ് ദിസ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. സോ ദീസ് ആർ ദ 5 പ്രിൻസിപ്പിൾസ് ഹി ഹാവ് കോൺട്രിബ്യൂട്ടഡ് ഫോർ സയന്റിഫിക് മാനേജ്മെന്റ്. സോ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, റീപ്ലേസിംഗ് ദ റൂൾ ഓഫ് തമ്പ് വിത്ത് സയൻസ്. ഈ റൂൾ ഓഫ് തമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, അതായത് എസ്റ്റിമേഷൻ ആണ്. റൂൾ ഓഫ് തമ്പിൽ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എസ്റ്റിമേഷൻസ് വെച്ചിട്ടുള്ളതാണ്. വേറെ സയൻസ് ആകുമ്പോൾ മാനേജ്മെന്റ് ആസ് എ സയൻസ് ആയി കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ദാറ്റ് ഇസ് ഓർഗനൈസ്ഡ് നോളേജ് ആയിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് ദിസ് എസ്റ്റിമേഷൻസ്. അപ്പോൾ ഓർഗനൈസ്ഡ് നോളേജ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ വി ഹാവ് ദാറ്റ് പ്രിസിഷൻ ഇൻ ദ ആസ്പെക്ട് ഓഫ് വർക്ക്. നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ കറക്റ്റ് പ്രിസിഷൻ നമുക്ക് ഉണ്ടാകും. മറ്റേ റൂൾ ഓഫ് തമ്പിൽ വെച്ചാൽ എസ്റ്റിമേഷൻ ആയിരുന്നു. ഓക്കെ, സയന്റിഫിക് മാനേജ്മെന്റ് ആകുമ്പോൾ ഓർഗനൈസ്ഡ് നോളേജ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് എസ്റ്റിമേഷൻ നമ്മൾ കൊടുക്കുന്നത്. സോ വി ഹാവ് ദാറ്റ് പ്രിസിഷൻ ഇൻ ഡൂയിങ് എനി വർക്ക്. അതാണ് ആദ്യത്തെ പോയിന്റ്. സെക്കൻഡ് വൺ, ഹാർമണി ഇൻ ഗ്രൂപ്പ് ആക്ഷൻ. അത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം. ദാറ്റ് ഈസ് ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് പോളിസീസ് കീപ്പ് ചെയ്ത് പോകണം അല്ലെ? പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് വേണം. എങ്കിൽ മാത്രമേ മാക്സിമം നമുക്ക് ഗ്രൂപ്പിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ ആ ഒരു ഹാർമണി ഉണ്ടെങ്കിൽ മാത്രമേ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. തേർഡ് പോയിന്റ് ഇസ് കോപ്പറേഷൻ. അത് നമ്മൾ പറഞ്ഞാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ദാറ്റ് ഇൻവോൾവ്സ് മോർ ഇൻ കോപ്പറേഷൻ. അത് ഫ്രം ദ മാനേജ്മെന്റ് വർക്കേഴ്സ് സൈഡ് ആയാലും അങ്ങനെ, അതല്ല ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ, എങ്കിൽ മാത്രമേ ഓരോ വർക്കേഴ്സിനും അതിൻ്റെതായ മ്യൂച്വൽ കോൺഫിഡൻസ് കോപ്പറേഷൻ എല്ലാം ഉണ്ടാവുള്ളൂ. ഓക്കെ, അതല്ലാതെ ഇൻഡിവിജ്വലിസം അവിടെ കാണിക്കരുത്. ഓൾവേസ് വി ഷുഡ് ബി cooperate with others. Fourth one, maximum output. So maximum output പറഞ്ഞാൽ as we said scientific management എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? It will involve in continuous increase in production and productivity. അതാണ് maximum output കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Fifth one, development of workers. So ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോ വർക്കേഴ്സും ഡേ ബൈ ഡേ അവർ ഓരോ കാര്യങ്ങളിലും ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കണം. ഫോർ ദംസെൽസ് ആസ് വെൽ ആസ് ഫോർ ദെയർ കമ്പനിക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും അവർ ആ ഡെവലപ്പിംഗ് കൊണ്ടുവന്നിരിക്കണം. ഓരോ പുതിയ പുതിയ ടെക്നോളജീസ് വന്നാൽ അതിനനുസരിച്ച് അവർ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. സോ ഫോർ ദാറ്റ് അതിന് വേണ്ട കറക്റ്റ് ട്രെയിനിങ് എല്ലാം ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ് വർക്കേഴ്സ്. സോ ദീസ് ആർ ദ 5 പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സോ ഇതാണ് ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലറിന്റെ കോൺട്രിബ്യൂഷൻ ഫോർ സയന്റിഫിക് മാനേജ്മെന്റ്. ദാറ്റ് ഇസ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആയിട്ടും പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആയിട്ട് 2 പാർട്സ് ആയിട്ടാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി അടുത്ത അക്കാഡമിഷ്യന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. സോ ഐ ഹോപ്പ് ടിൽ ദിസ് യു ആർ ക്ലിയർ.